ASD മേഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ ഒരു ഇലയപ്പത്തിൻ്റെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ കൂടെ കുറച്ച് മധുരക്കൊഴുക്കട്ട ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതിനായി ഞാൻ ശർക്കരക്കൂട്ടിനായിട്ട് 2 വലിയ തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ തിരുവി മാറ്റി വെച്ചതിന് ശേഷം 3/4 കിലോ ശർക്കര എടുത്ത് 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നന്നായിട്ട് തിളപ്പിച്ച് ശർക്കര പാനിയാക്കി എടുക്കാം. ശർക്കര പാനിയാക്കിയതിന് മാറ്റി വെച്ച തേങ്ങയിലോട്ട് നമുക്ക് ഈ ശർക്കര പാനി അരിച്ചൊഴിച്ച് എടുക്കാം. അരിക്കുമ്പോഴത്തേക്ക് ഇതിൽ കല്ലോ മണ്ണോ ഉണ്ടെങ്കിൽ മാറിക്കിട്ടും. ശർക്കര പാനി അരിച്ചൊഴിച്ചതിന് ശേഷം ഞാനിവിടെ കുറച്ച് പയർ അവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വേവിച്ച് വെച്ച പയറും കൂടി ഈ ശർക്കരക്കൂട്ടിലോട്ട് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ല തീയിൽ വെച്ച് അടിയിൽ പിടിക്കാതെ ഇളക്കി കൊടുക്കാം. പകുതിയാകുമ്പോഴത്തേക്ക് നമുക്കിതിലോട്ട് കുറച്ച് ഏലക്ക പൊടിച്ചതും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒരു ഡ്രൈ ആവുന്നത് വരെ ഇതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഡ്രൈ ആവുമ്പോൾ നമുക്കിത് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു 3 ഗ്ലാസ് അരിപ്പൊടി മാവ് കുഴയ്ക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല വറുത്ത അരിപ്പൊടിയാണ് മാവ് കുഴയ്ക്കാനായിട്ട് എടുത്തത്. മാവ് കുഴച്ച് ഇടിയപ്പ പരുവത്തിലാക്കി എടുക്കാം. ഇടിയപ്പ പരുവത്തിലാക്കി എടുത്ത മാവ് പുരിയണിയിൽ നന്നായിട്ട് കഴുകി അതിലോട്ട് വെച്ച് പരത്തിയെടുക്കാം. ഇവിടെ നമ്മൾ ഈ ഇലയ്ക്ക് പൊരിയണി ഇല എന്നാണ് പറയുന്നത്. എല്ലാവരും ഇതിന് എന്ത് പേരാണ് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ പൊരിയണ ഇലയിൽ വെച്ച് നമ്മൾ നന്നായിട്ട് പരത്തിയെടുത്ത മാവിലോട്ട് നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ശർക്കര കുറേശ്ശെ വെച്ച് നടുകിൽ വെച്ചിട്ട് കുറേശ്ശെ നടുകിൽ വെച്ച് കൊടുക്കാം. ശർക്കര വെച്ചതിന് ശേഷം നമുക്ക് ഈ ഇല 2 സൈഡിൽ നിന്നും നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. നന്നായിട്ട് വിരലിട്ട് പ്രസ് ചെയ്ത് ഒട്ടിച്ചു കൊടുക്കുക. അല്ലെങ്കിൽ ആവി കയറുമ്പോഴത്തേക്ക് ഇല വിട്ടുപോയാൽ മാവ് വിട്ടുപോയി കഴിഞ്ഞാൽ ശർക്കര ഒലിച്ചു പോകും. അപ്പോഴത്തേക്ക് വിരൽ വെച്ച് 2 സൈഡ് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. നന്നായിട്ട് യോജിപ്പിച്ച ഇലയപ്പ മാവൊക്കെ നമുക്ക് ഒരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. എന്നിട്ട് നമുക്കതൊരു ഇഡ്ഡലി പാത്രത്തിലോട്ട് വെച്ച് കൊടുക്കാം. ഞാൻ ഇഡ്ഡലി പാത്രത്തിൽ വെച്ചാണ് ആവി കയറ്റാൻ പോകുന്നത്. അപ്പോഴത്തേക്ക് നമുക്ക് ഇതെല്ലാം ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. എന്നെ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മുടെ 20 മിനിറ്റ് ആവി കയറ്റുമ്പോഴത്തേക്ക് നമ്മുടെ ഇലയപ്പം നന്നായിട്ട് വെന്ത് കിട്ടും. ഇലയപ്പം വെന്തിട്ടുണ്ട്. അപ്പോൾ ഇലയപ്പം തുറന്ന് നോക്കുമ്പോഴത്തേക്ക് തന്നെ ഇലയുടെ കളറൊക്കെ മാറി നല്ല മണമായിരിക്കും. അപ്പോഴത്തേക്ക് ഇലയുടെ കളറൊക്കെ മാറിയിട്ടുണ്ട്. പച്ച കളർ എന്തെങ്കിലും ഇലയിലുണ്ടെങ്കിൽ ഇലയപ്പം വെന്തിട്ടില്ലെന്നാണ് കേട്ടോ. ഇല ഇളക്കുമ്പോഴത്തേക്ക് ഇലയിൽ നിന്നും വിട്ട് വരും മാവ്. അപ്പോൾ ഇതാ നമ്മുടെ സ്വാദിഷ്ടമായ ഇലയപ്പം റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമായല്ലേ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതിൻ്റെ കുറച്ച് ശർക്കരക്കൂട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2 ദിവസം കഴിഞ്ഞ് വേറൊരു പരീക്ഷണം നടത്താമെന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ അത് ചെയ്തില്ല. പിന്നെ 2 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് അതിൽ ഞാൻ കുറച്ച് മധുരക്കൊഴുക്കട്ട ഉണ്ടാക്കി. മാവ് ഒരു കവറിൽ വെച്ച് പരത്തിയതിന് ശേഷം ഈ ശർക്കരക്കൂട്ട് നടുകിൽ വെച്ച് കൊഴുക്കട്ട ഷേപ്പിലാക്കി ഉരുണ്ട ഷേപ്പിലാക്കിയിട്ട് ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുത്തു. ഇഡ്ഡലി പാത്രത്തിൽ വെച്ച് ആവി കയറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എടുക്കാം. പക്ഷേ ഞാൻ ഈ മധുരക്കൊഴുക്കട്ട ഉണ്ടാക്കിയിട്ട് എടുത്തതിന് ശേഷം വീട്ടിൽ കറണ്ട് പോയിട്ടുണ്ടായിരുന്നു. സന്ധ്യ സമയം കൂടെ ആയപ്പോഴത്തേക്ക് കറണ്ട് പോയി. മൊത്തത്തിൽ ഇരുട്ടായിരുന്നു. കൊണ്ട് തന്നെ കൊഴുക്കട്ട വെന്തിട്ട് ഫോട്ടോ നന്നായിട്ട് കിട്ടിയിട്ടില്ലായിരുന്നു കേട്ടോ. അപ്പോൾ മധുരക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.